രാഹുൽ മാങ്കൂട്ടത്തിലിനെ എതിരെ വന്നിട്ടുള്ള പരാതികളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വലിയ തോതിലുള്ള പ്രതിരോധം തീർക്കുകയാണ്. പക്ഷേ കോൺഗ്രസ് തീർക്കുന്ന പ്രതിരോധം യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി അവർക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് വാസ്തവം. അതിൽ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, ഇദ്ദേഹത്തിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയില്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പോലീസ് FIR ഇട്ടിട്ടില്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കോടതികളിൽ പോലും ഒരു കേസ് നിലനിൽക്കുന്നില്ല, ഒരു കോടതിയും അദ്ദേഹത്തിനെതിരെ ശിക്ഷ വിധിച്ചിട്ടില്ല. ഇതെല്ലാം പോട്ടെ, മുഖമറിയാവുന്ന ഒരു പരാതിക്കാരി പോലുമില്ല. പക്ഷേ CPMൻ്റെയോ അല്ലെങ്കിൽ മറ്റ് പാർട്ടികളുടെയൊക്കെ കേസിൽ, ഇപ്പോൾ PK ശശിയുടെ കേസിലാണെങ്കിലും അല്ലെങ്കിൽ P ശശിയുടെ കാര്യത്തിലാണെങ്കിലും ഇനി മറ്റു പല വിൻസെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇത്തരം എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഇതിൽ ആദ്യത്തെ 2 കേസുകളിൽ പാർട്ടിക്കാണ് പരാതി കിട്ടിയത്. അത് പുറത്തേക്കൊന്നും വന്നിട്ടില്ല, പാർട്ടി ചുമലുകൾക്കുള്ളിൽ ഒതുങ്ങി. കോൺഗ്രസിൻ്റെ 2 നേതാക്കന്മാർക്കുമെതിരെ പരാതി ഉണ്ടായിരുന്നു, അതിൻ്റെ പേരിൽ കേസുണ്ടായിരുന്നു. അതിലൊരാൾ വിൻസെൻറ്റ് ജയിലിൽ കിടക്കേണ്ടി വന്നു, എൽദോസ് കുന്നപ്പള്ളി ജയിലിൽ കിടക്കേണ്ടി വന്നില്ല, അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടി. പക്ഷേ ഈ കേസുകളുമായൊന്നും താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു കേസല്ല ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ. അതിന് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, ഒന്നാമത്തേത്, ഞാൻ ഈ കുറ്റങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നൊരു വാദം രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലാണെങ്കിലും വിൻസെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇത് കെട്ടിച്ചമച്ചതാണെന്നും അല്ലെങ്കിൽ ഇത് ഉഭയസമ്മത പ്രകാരം നടന്നതാണെന്നും ഒക്കെയുള്ള പല വാദങ്ങളും അവർക്ക് തന്നെ ഉണ്ടായിരുന്നു. CPMൻ്റെ കേസുകളിലാണെങ്കിൽ PK ശശിയുടെയും P ശശിയുടെയും മറ്റു ആരോപണങ്ങളും ഉണ്ടെന്ന് തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊന്നും ജനത്തിനറിയില്ല. പക്ഷേ ഇവിടെയുള്ള യഥാർത്ഥ പ്രശ്നം എന്താണ്? ഇവിടെയുള്ള യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ സാമാന്യ ജനത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ കൃത്യമായി ഇതിലെ വോയിസ് ക്ലിപ്പുകളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിരിക്കുന്നു. ആ വോയിസ് ക്ലിപ്പുകളിൽ ഏതൊരു സ്ത്രീയും കേട്ടാൽ തന്നെ വളരെ മോശമെന്ന് വിചാരിക്കുന്ന, ചാടിച്ചവിട്ടും ഒരു ഗർഭിണി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗർഭചിത്രം നടത്താൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിരിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? രണ്ടാമത്തെ പ്രശ്നം, ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തിട്ടില്ല, ഈ വോയിസ് ക്ലിപ്പ് എൻ്റെ അല്ല എന്ന് പറയുന്നൊരു വാദം രാഹുൽ മാങ്കൂട്ടത്തിന് പോലുമില്ല. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റ് കേസുകളിലൊക്കെ 1 or 2 പരാതികൾ മാത്രമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ വിൻസെൻ്റ് കേസിലൊക്കെ ഒരു പരാതി മാത്രമാണ് വന്നതെങ്കിൽ ഇതങ്ങനെയല്ല, നിരവധി പരാതികൾ വരികയും ഒരു വഞ്ചകൻ്റെ റോളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു സമ്മർദ്ദമുള്ളത് കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കുക, ഒരു പരാതി പോലുമില്ലാതെ, ഒരു FIR പോലുമില്ലാതെ, ഒരു പരാതിക്കാരി പോലുമില്ലാതെ കോൺഗ്രസ്സിന് ഇവരെ പുറത്താക്കേണ്ടി വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ, അതായത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കി. ആ പുറത്താക്കിയതിന് ശേഷം യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ കിടന്ന് പെടാപ്പാട് വിടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് ഒഴിവാക്കി, പിന്നെ കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പിൽ നിന്ന് പോലും ഒഴിവാക്കി. കോൺഗ്രസിന് അങ്ങനെ ഒരു മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ അടുത്ത പ്രശ്നമുള്ളത്, കോൺഗ്രസ് അങ്ങനെ ഒരു മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ ഭരണഘടന പ്രകാരം ആ കോൺഗ്രസിൻ്റെ ലേബലിൽ നിന്ന് ജയിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ MLAയോ MP ഒക്കെ ആണെങ്കിൽ അത് രാജിവെക്കണമെന്ന് കോൺഗ്രസ് അതിനു മുമ്പ് ആവശ്യപ്പെടണം. അങ്ങനെ കോൺഗ്രസ് ആവശ്യപ്പെടാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയെന്ന് ചോദിച്ചാൽ പുറത്താക്കി, എന്നാൽ പുറത്താക്കിയില്ലെന്ന് ചോദിച്ചാൽ പുറത്താക്കിയില്ല എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസ് പാർട്ടി പോലും വിചാരിക്കുന്നില്ല ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. കാരണം ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോൺഗ്രസ് പാർട്ടി വിചാരിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിന് ചില വീഴ്ചകൾ പറ്റി എന്നുള്ളതാണ് നേതാക്കന്മാരൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് വനിതാ നേതാക്കന്മാരൊക്കെ പറയുന്നത് ഇദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിന് തന്നെ യോഗ്യനല്ല, അത് ഉപേക്ഷിച്ച് പോകണമെന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ ഇപ്പോൾ ആർക്കെതിരെയാണ് നീങ്ങുന്നതെന്ന് നിങ്ങൾക്കറിയോ? കോൺഗ്രസ്സിലെ തന്നെ MLAമാരായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾക്കെതിരെയും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുത്തുള്ള ആളുകൾക്കും രമേശ് ചെന്നിത്തലക്കൊക്കെതിരെ വലിയ തോതിൽ യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുകയാണ് സൈബറിടത്തിൽ ഇവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കാനോ CPMൻ്റെയോ BJPയുടെയോ ഒക്കെ പ്രചണ്ഡമായ പ്രചരണത്തെ മറികടക്കാനോ ഒന്നും ഇവർക്ക് കഴിയുന്നില്ല. ഇനി അടുത്ത വിഷയം എന്താ? അടുത്ത വിഷയം ഇത് രാഷ്ട്രീയമായി എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. രാഷ്ട്രീയമായി ഇത് ബാധിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് വലിയ ഡാമേജ് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിലുള്ള സംശയമില്ല. കാരണം അതിന് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദം പോലും വളരെ ദുർബലമാണ്. കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇല്ലാത്ത വെള്ളപ്പൊക്കം കണ്ട് നമ്മൾ ഇപ്പോഴേ ഈ പറയുന്ന പോലെ എന്ത് ചെയ്യണം, ഡ്രസ്സ് ഉയർത്തിപ്പിടിക്കണമെന്നുള്ള അലക്കള വാചകങ്ങളാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുമ്പോൾ ഇതിനു മുമ്പ് ഒരു കൊല്ലത്തിൽ താഴെയാണെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തണ്ട. പക്ഷേ അപൂർവമായിട്ട് അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ഹരിയാനയിലാണ്. കാരണം മുഖ്യമന്ത്രി ആകുന്ന ആൾക്ക്
മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്താൻ വേണ്ടി ഉപതെരഞ്ഞെടുപ്പിന് അവസരമൊരുക്കി. പക്ഷേ അത്തരത്തിലുള്ളൊരു അവസരം ചിലപ്പോൾ കേരളത്തിൽ ഉണ്ടായാലോ എന്ന് ഭയന്ന് ഇവർ എന്ത് ചെയ്തു, രാഹുൽ മാങ്കൂട്ടത്തിലോട് രാജിവെക്കേണ്ടെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ഇതിനൊരു വലിയ പ്രശ്നമുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നത് വരെ ഇവിടെ വലിയ തോതിൽ പ്രചരണം നടത്തും. ഒന്ന്. രണ്ടാമത്തത്, പാലക്കാട് ഒരു MLA കാലുകുത്തിക്കാൻ പറ്റില്ല, കൂടാതെ നിയമസഭയിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സ്ഥലത്തേക്ക് വന്നാൽ അവിടെയെല്ലാം തന്നെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഇത് കാരണമാകും. എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ കൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള ആൻറ്റി ഇൻകുംബൻസിയിൽ വലിയ ആൻറ്റി ഇൻകുംബൻസി ആളുകൾ മറന്നു പോവുകയും കോൺഗ്രസിനെതിരെയുള്ള ഒരു വികാരമുണ്ടാകാനായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്ര വൃത്തികെട്ട ആളുകളാണോ കോൺഗ്രസിനകത്തുള്ളത്, ഇതൊക്കെ അറിഞ്ഞിട്ടും അവർ മൂടി വെക്കുകയായിരുന്നു എന്ന് പറയുന്ന കാര്യമുണ്ട്. കാരണം എന്താ, ഈ VD സതീശനും ബാക്കിയുള്ള കോൺഗ്രസ് നേതാക്കളും വളരെ അഭിമാനത്തോടു കൂടി ഉയർത്തിക്കാട്ടിക്കൊണ്ടിരുന്ന ഒരു രണ്ടാം നേതൃനിര എന്ന് പറയുന്ന ഒരാളുകൾ, അല്ലെങ്കിൽ ഇലക്ഷനെ ജയിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതൃനിര എന്ന് പറയുന്ന ആളുകൾ ഷാഫി പറമ്പിലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഉയർത്തി കാണിക്കുന്നതുകൊണ്ട് തന്നെ അത് കോൺഗ്രസിൻ്റെ മുഖമായവർ എടുക്കുകയും ആ കോൺഗ്രസിൻ്റെ മുഖങ്ങൾക്ക് തന്നെ ഈ പറഞ്ഞ പോലെ ചെളി വാരി എറിയുന്ന പണികളുമൊക്കെ ഉണ്ടായത് കൊണ്ടിട്ട് തന്നെ വലിയ തോതിലുള്ള ഡാമേജ് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. ആ പ്രോബ്ലത്തിൽ നിന്ന് തിരിച്ചു വരാൻ എത്രയും പെട്ടെന്ന് അടിയന്തരമായി രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് രാജിവെപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായി എന്ന് വിചാരിക്കുക, അവിടെ നിങ്ങൾ തോറ്റാൽ പോലും VD സതീശനും കോൺഗ്രസും ഒക്കെ അറിയേണ്ടത് നിങ്ങളുടെ 2026 ജയത്തെ ഒന്നും അത് ബാധിക്കാൻ പോകുന്നുണ്ടായില്ല. പക്ഷെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ അണികൾ വളരെ 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 നിരാശരാണ്. 2 മാസത്തിനകം വരാനിരിക്കുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കേണ്ട പഞ്ചായത്ത് മെമ്പർ മുതൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറും മേയർമാരായി മത്സരിക്കേണ്ട ആളുകൾ വരെയുള്ള മുനിസിപ്പൽ കൗൺസിലറും അതുപോലെ കൊച്ചി കോർപ്പറേഷൻ കൗൺസിലറും ഒക്കെ ആയിട്ട് മത്സരിക്കേണ്ട ആളുകൾ വരെയുള്ള ആളുകൾ വലിയ നിരാശരാണ്. കാരണം അവരിപ്പോൾ വീടുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു കാര്യം ഡിഫെൻഡ് ചെയ്യേണ്ടി വരും. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ കേസിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് സാധാരണ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു ദിലീപിൻ്റെ കേസ് ഉണ്ടായപ്പോഴാണ്, നടി ആക്രമിക്കപ്പെട്ട കേസ് ഉണ്ടായപ്പോഴാണ് ചാനലുകളെക്കാൾ വലിയ റേറ്റിംഗ് ന്യൂസിന് കിട്ടിയത്. അതായത് വളരെ അപൂർവമായിട്ടുള്ള സന്ദർഭങ്ങളിൽ മാത്രമേ പത്രത്തിൽ കിട്ടാറുള്ളൂ. അത്തരത്തിലുള്ള എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ കണ്ടത് ചാനലുകളിൽ ആ സമയത്ത് സീരിയലൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആളുകൾ ദിലീപിൻ്റെ കേസ് കണ്ടിരുന്നു. അപ്പോൾ ആ കേസ് കണ്ടാൽ ഏതാണ്ട് അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അത്ര വന്നില്ലെങ്കിൽ പോലും അതിൻ്റെ തൊട്ട് താഴെയുള്ള അവസ്ഥയിലേക്ക് സാധാരണ ന്യൂസൊന്നും ശ്രദ്ധിക്കാത്ത മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അതുപോലെ പ്രത്യേകിച്ചും സ്ത്രീ ജനങ്ങളും ഒക്കെ തന്നെ 50-52% പേര് സ്ത്രീകളാണ്. ആ സ്ത്രീ ജനങ്ങളായിട്ടുള്ള ആളുകൾ, അത്തരത്തിലുള്ള ഒരു പോപ്പുലേഷൻ പോലും വളരെയധികം ശ്രദ്ധിച്ചൊരു വാർത്തയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ വീടുകളിലേക്ക് കോൺഗ്രസിൻ്റെ ആളുകൾ കയറി ചെല്ലുമ്പോൾ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചോദിക്കേണ്ടി വരുമ്പോൾ അവരൊക്കെ വലിയ വിഷമവൃത്തത്തിലാവും. ആ വിഷമവൃത്തത്തിലാകുന്നത് ഈ പറയുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകൾ വരെ എന്തായാലും നീണ്ടുപോകും. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്കിറങ്ങിയ പ്രതിഷേധങ്ങളുണ്ടാവും. ഇങ്ങനെ വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ടാവും. ഒന്ന്, ഇതുകൂടാതെ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഇതൊരവസരമായി കണ്ടുകൊണ്ട് VD സതീശനെയും അതുപോലെ ഷാഫി പറമ്പിൽ ഗ്രൂപ്പിനെയും ഒക്കെ ഒതുക്കാമെന്ന് വിചാരിച്ച് നിരവധി നേതാക്കന്മാർ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ വലിയ തോതിൽ അടിമുടി പ്രശ്നങ്ങളായിരിക്കും കോൺഗ്രസിന് നേരിടേണ്ടി വരിക. എന്ന് പറഞ്ഞാൽ അകത്തു നിന്നുള്ള പ്രശ്നങ്ങൾ, പുറത്തു നിന്നുള്ള പ്രശ്നങ്ങൾ, വലിയ ഡാമേജ് പ്രോബ്ലംസ്, പലപ്പോഴും കൃത്യമായിട്ടൊരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയാത്ത അവസ്ഥ. ഇപ്പോൾ പാലക്കാട് തന്നെ RSS മാനേജ് ചെയ്യുന്ന ഒരു സ്കൂളിൻ്റെ സൈഡിൽ നിന്ന് ഒരു ബോംബ് കണ്ടെത്തിയിട്ടുണ്ട്. ആ ബോംബ് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു വിഷയം ചർച്ചയായില്ല. ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ MR അജിത് കുമാറിൻ്റെ 2 റിപ്പോർട്ടുകൾ ഗവൺമെൻറ് തിരിച്ചയച്ചത് വലിയ പ്രശ്നമായില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ചർച്ചയാകാതിരിക്കുകയും ഈ പ്രശ്നം നീണ്ടുപോവുകയും ചെയ്യും രാജിവെച്ചില്ലെങ്കിൽ എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾക്ക് പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെപ്പിക്കാതിരിക്കാൻ മറ്റു പല കാരണങ്ങളും ഉണ്ടാകും. കാരണം അദ്ദേഹത്തിന് നിരവധി കാര്യങ്ങൾ അറിയായിരിക്കും. ചിലപ്പോൾ അദ്ദേഹം രാജിക്ക് സന്നദ്ധമല്ലായിരിക്കും. മറ്റു പല നേതാക്കന്മാരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള പല നറേറ്റീവുകൾക്കുമുള്ള സാധ്യതകളുണ്ട്. ആ നറേറ്റീവുകൾ കുറച്ചുകൂടി വിപുലമായാൽ ഇവിടെയുള്ള ഏറ്റവും വലിയ നേതാക്കന്മാർ പോലും സംശയത്തിൻ്റെ മുൾമുനയിലാവും. കാരണം ഇത്തരത്തിലുള്ള ഒരാളെ നിങ്ങൾ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് സംരക്ഷിച്ചിരുന്നുവെന്ന്. ഇപ്പം തന്നെ പകുതിയോളം വരുന്ന ജനങ്ങൾ വിശ്വസിക്കുന്നില്ല ഇത് ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ VD സതീശനോ ഒന്നും ഇത്ര നാളുമായിട്ട് ഇതൊന്നും അറിയാൻ പാടില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ സതീശനിലേക്കൊന്നും ആ സംശയം നീണ്ടിട്ടില്ല. ആ സംശയം പക്ഷേ നീളുന്ന പ്രചരണ പ്രവർത്തനങ്ങളാണ് BJPയും അതുപോലെ തന്നെ CPMും കൂടി നടത്താൻ പോകുന്നത്. അങ്ങനെ പ്രചരണം നീളുമ്പോൾ അത് വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കും എന്ന് സതീശൻ മനസ്സിലാക്കണം. അതുപോലെ UDFൻ്റെ നേതൃത്വം മനസ്സിലാക്കണം. അടിയന്തരമായി രാജിവെക്കണം. രാജിവെച്ചാൽ ആ പ്രശ്നം അവിടെ തീരും. പിന്നെ ഇതെന്ത് ചെയ്യില്ല, പെട്ടൈൻ ജയിലിൽ അത് നീണ്ടു നിൽക്കില്ല. അതേപോലെ രാജിവെച്ചില്ലെങ്കിൽ ഈ പ്രശ്നം വീണ്ടും നിലനിൽക്കും. ഇനി അതിൻ്റെ അടുത്ത ഘട്ടം എന്താ,
ഇപ്പോൾ 8-9 മാസമേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി. ഒരു 3-4 മാസങ്ങൾ കൂടി ഈ പ്രശ്നം ഇങ്ങനെ നിൽക്കുകയും ഇതിൻ്റെ അനുരണനങ്ങൾ വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. അങ്ങനെ ഉണ്ടാവുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും പിന്നീടുള്ളൊരു 4 മാസം അവർക്ക് വെൽഫെയർ മെഷേഴ്സ് കൊണ്ട് കൂടി മാനേജ് ചെയ്യാൻ പറ്റും. അതായത് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ, കിറ്റുകൾ, അതുപോലെ തന്നെ മറ്റ് ഈ പറയുന്ന പോലെ ഗവൺമെൻറ് നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുള്ള നടപടികൾ, അല്ലെങ്കിൽ വലിയ തോതിലുള്ള ലഡ്കി ബഹൻ യോജന പോലെയുള്ള പദ്ധതികൾ പോലും പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകളുമായി നീങ്ങും. ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിയെ വേണം നിങ്ങൾ നേരിടാൻ. അതിന് ചെറിയ ഭീഷണികൾ കൊണ്ടോ ഇനി വരാനിരിക്കുന്ന ബോംബുകൾ കൊണ്ടോ ഒന്നും മതിയാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം അത്രമാത്രം മോശപ്പെട്ട ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ളത്. ഇനിയും വരാനിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പ്രശ്നം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം തെളിയണമെന്നില്ല, കോടതിയിൽ കേസിനും പോകേണ്ട, തെളിയേണ്ട ആവശ്യമില്ല. കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള ആരോപണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള ആരോപണം വന്നപ്പോൾ റജീന എന്ന് പറയുന്ന അന്നത്തെ ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ച പെൺകുട്ടി തന്നെ 3-4 തവണ മൊഴി മാറ്റുകയും പിന്നീട് തിരുത്തി പറയുകയൊക്കെ ചെയ്തു. പക്ഷേ തിരുത്തിയൊക്കെ പറഞ്ഞിട്ട് പോലും യഥാർത്ഥത്തിൽ കുറ്റിപ്പുറം എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ കുഞ്ഞാലിക്കുട്ടി തോറ്റുപോയി. അതിൻ്റെ കാരണം ഈ വരികൾക്കിടയിലൂടെ ജനം കൃത്യമായി കാര്യങ്ങൾ വായിച്ചെടുക്കുക എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തോടെ എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും ഈ പറയുന്ന പോലെ 650 പറയുന്ന MLA-മാർ ഇന്ത്യയിൽ കോൺഗ്രസിനുണ്ട്. ആ കോൺഗ്രസിനുള്ള ഒരു MLA മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതും ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ചതല്ല, ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ചതാണ്. പോയാലും ഒരു പുല്ലും സംഭവിക്കാനില്ല. വരാനിരിക്കുന്ന വെള്ളപ്പൊക്കത്തിന് നമ്മൾ ഇപ്പോഴേ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, മുണ്ടുപൊക്കേണ്ട കാര്യമില്ല. ആ മുണ്ടുപൊക്കലാണ് ഇത്തരത്തിൽ വിദണ്ഡവാദം ഉന്നയിച്ചുകൊണ്ട് ഈ പറയുന്ന പോലെ നടത്തുന്നത്. ഇത് നിങ്ങളിൽ ഈ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റു പലരുടെയും കാര്യം അറിയാം, അത് പുറത്ത് പറയുമെന്നുള്ള ഭയം കൊണ്ടാണോ എന്ന് പറയുന്ന ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യാനും അത്തരത്തിൽ ഈ പറയുന്ന പോലെ വലിയ നേതാക്കന്മാരുടെ പോലും വിശ്വാസ്യത തകരാനും ഒക്കെ ഇത് ഇടയാകും എന്നുള്ളത് കോൺഗ്രസ് മനസ്സിലാക്കിയാൽ നിന്ന്. അങ്ങനെ തകർന്നാൽ സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഇതിൽ അങ്ങേറ്റം കടുത്ത അസംതൃപ്തിയിലാണ്. പക്ഷേ കേരളത്തിലെ നേതാക്കൾ മറ്റു പല കാര്യങ്ങളും പറഞ്ഞ് നീട്ടിപ്പോകുന്നതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പ്രക്ഷോഭങ്ങൾക്കെല്ലാം ഒടുവിൽ രാജിവെക്കേണ്ടി വരും. അങ്ങനെ രാജിവെക്കേണ്ടി വരുമ്പോൾ ഒരു വലിയ പ്രശ്നം കൂടിയുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങളുടെ ക്രെഡിറ്റിലേക്ക് വരില്ല, നിങ്ങൾ സ്വയം നടപടി എടുത്താണെന്ന് വരില്ല. പകരം വരാൻ പോകുന്നത് ഞങ്ങളുടെ പ്രക്ഷോഭത്തിൻ്റെ ഫലമായി ഞങ്ങളിതാ ഒരു നരാധവനെ കൊണ്ട്, ഒരു പെൺപിടിയനെ കൊണ്ട്, ഒരു പെൺവേട്ടക്കാരനെ കൊണ്ട് രാജിവെപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന നരേറ്റീവ് ബിൽഡ് ചെയ്യാൻ CPM-നൊക്കെ സാധിക്കും. അതും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകും. ഓർമ്മയുണ്ടാകുന്നത് നല്ലതാണ്.